നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ സർക്കാർ വീണ്ടും വെള്ളം ചേർത്തു. നെൽവയൽ നികത്തിയത് ക്രമവൽക്കരിക്കാൻ സമയം നീട്ടി നൽകി സർക്കാർ ഉത്തരവിറക്കി. 3 മാസത്തേക്ക് കൂടിയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം നീട്ടി നൽകിയത്. വൻകിട ഫ്ളാറ്റ് മാഫിയയെയും റിയൽ എസ്റ്റേറ്റ് ലോബികളെയും സഹായിക്കാനാണ് സർക്കാർ നീക്കം. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. 2008 മുൻപ് നികത്തപ്പെട്ട വയലുകൾ ന്യായവിലയുടെ 25% തുക ഫീസായി അടച്ചാൽ ക്രമവൽക്കരിക്കാമെന്ന് 2015 നവംബറിൽ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. 2016 ഫെബ്രുവരി 27 വരെയായിരുന്നു ഇതിനുള്ള സമയം. നിലം രൂപാന്തരപ്പെടുത്താൻ പാടില്ലെന്ന 2014 സുപ്രീം കോടതി ഉത്തരവ് മറികടന്നാണ് സർക്കാർ നീക്കം. സുപ്രീം കോടതി ഉത്തരവ് മറികടക്കാൻ അപേക്ഷകരിൽ നിന്ന് നിലം എന്നത് രേഖകളിൽ മാറ്റാനാവില്ലെന്ന് എഴുതി വാങ്ങുകയും ചെയ്യും. അതേസമയം ഭൂമി പുരയിടത്തിന് സമാനമായി ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും. സർക്കാർ ഉത്തരവ് വൻകിട ഫ്ളാറ്റ് ലോബികൾക്കും ഭൂമാഫിയകൾക്കും ഒത്താശ ചെയ്തുള്ളതാണെന്ന് വ്യക്തമാവുകയാണ്. ഉത്തരവിറങ്ങി 3 മാസം പിന്നിടുമ്പോൾ ഓരോ ജില്ലയിലും 7000 മുതൽ 10000 വരെ അപേക്ഷകളാണ് കളക്ടറേറ്റുകളിൽ ലഭിച്ചിരിക്കുന്നത്. ഉത്തരവിന്റെ മറവിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ഇപ്പോൾ നികത്തപ്പെടുകയും ചെയ്യുന്നത്. പ്രസ്തുത ഭൂമി 2008 മുൻപ് നികത്തിയതാണെന്ന പേരിൽ അപേക്ഷ നൽകി സാധൂകരിക്കാനുള്ള നീക്കവും തകൃതിയാണ്. സാധാരണ കർഷകരെ സംബന്ധിച്ച് 2008 മുൻപ് നികത്തിയ ഭൂമിയാണെങ്കിലും ന്യായവിലയുടെ 25% നൽകി ക്രമപ്പെടുത്താൻ കഴിയില്ലെന്നിരിക്കെയാണ് സർക്കാർ ഉത്തരവ് ചോദ്യചിഹ്നമാകുന്നത്. KG ദിനകർ, തിരുവനന്തപുരം. നെല്ലിയാമ്പതി കരുണ എസ്റ്റേറ്റിന്റെ കരം സ്വീകരിക്കാനുള്ള വിവാദ ഉത്തരവ് സർക്കാർ പിൻവലിക്കില്ല. ഉത്തരവിൽ അപാകതയുണ്ടോ എന്ന് AGയോട് നിയമോപദേശം തേടാൻ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. ഉത്തരവ് പിൻവലിക്കണമെന്ന് VM സുധീരന്റെ നിർദ്ദേശം തള്ളിയാണ് സർക്കാരിന്റെ തീരുമാനം. എന്നാൽ സർക്കാർ തീരുമാനം അംഗീകരിക്കില്ലെന്ന് VM സുധീരൻ വ്യക്തമാക്കി. ഇക്കാര്യം സുധീരൻ മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും അറിയിച്ചു. നെല്ലിയാമ്പതി കരുണ എസ്റ്റേറ്റിന് ഭൂനികുതി അടക്കാൻ അനുമതി നൽകുന്ന ഉത്തരവിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. ഉത്തരവ് വിവാദമായതിനെ തുടർന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും റവന്യൂ മന്ത്രി അടൂർ പ്രകാശിന്റെയും നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം ഉത്തരവ് പിൻവലിക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഉത്തരവിൽ അപാകതയുണ്ടോ എന്നത് സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടിയതായും അടൂർ പ്രകാശ് പറഞ്ഞു. ഇറക്കിയിട്ടുള്ള ഉത്തരവിൽ എന്തെങ്കിലും അവ്യക്തതയുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി AGയുടെ ഒപ്പീനിയൻ വാങ്ങിക്കൊണ്ട് അടുത്ത ക്യാബിനറ്റിൽ ഇതെന്ത് വേണം എന്നതിനെക്കുറിച്ച് തീരുമാനിക്കുന്നതാണ്. റിപ്പോർട്ടുകളെല്ലാം പരിശോധന നടത്തും. ആ റിപ്പോർട്ട് ശരിയോ തെറ്റോ എന്ന് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. അതല്ലാതെ ഒരു കളക്ടർ റിപ്പോർട്ട് തന്നാൽ അപ്പാടെ സ്വീകരിക്കണം എന്ന നിബന്ധനകളില്ല. കരുണ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശ രേഖകൾ പരിശോധിച്ച ശേഷം സർക്കാർ ഭൂമി അല്ലെങ്കിൽ മാത്രം നികുതി സ്വീകരിച്ചാൽ മതിയെന്ന് ഉത്തരവിലെ 3, 5 ഖണ്ഡികകളിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരവ് പിൻവലിക്കണമെന്ന KPCC അധ്യക്ഷൻ VM സുധീരന്റെ നിർദ്ദേശം തള്ളിയാണ് നികുതി സ്വീകരിക്കാമെന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഇതിനെതിരെ സുധീരൻ വീണ്ടും രംഗത്തെത്തി. ഉന്നതതല യോഗത്തിലെ തീരുമാനം തൃപ്തികരമല്ലെന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കിയ സുധീരൻ ഇക്കാര്യം മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും അറിയിച്ചു. 2014 എസ്റ്റേറ്റ് സർക്കാർ ഭൂമിയാണെന്നും അത് തിരിച്ചുപിടിക്കണമെന്നും റവന്യൂ വകുപ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിനെതിരെ പോപ്സ് ഗ്രൂപ്പ് നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഈ സാഹചര്യത്തിലും നികുതി സ്വീകരിക്കാനുള്ള ഉത്തരവിൽ സർക്കാർ ഉറച്ചുനിൽക്കുന്നത് സർക്കാരും KPCCയും തമ്മിലുള്ള ശീതയുദ്ധത്തിന് ആക്കം കൂട്ടും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. PC ജോർജിനെ അയോഗ്യനാക്കിയ സ്പീക്കറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. ജോർജിന്റെ രാജിക്കാര്യത്തിൽ നിയമാനുസൃത നടപടി സ്വീകരിക്കണമെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ താനിപ്പോൾ MLA ആയെന്ന് PC ജോർജ് പറഞ്ഞു. നിയമസഭാ സെക്രട്ടറിയെ പുറത്താക്കണമെന്നും സ്പീക്കർ രാജിവെക്കണമെന്നും PC ജോർജ് ആവശ്യപ്പെട്ടു. നിയമസഭാ സാമാജികൻ രാജിക്കത്ത് സമർപ്പിച്ചാൽ പിന്നീട് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം സ്പീക്കർക്ക് നടപടി സ്വീകരിക്കാൻ അധികാരമില്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. അയോഗ്യനാക്കിയ നടപടി ചോദ്യം ചെയ്ത് PC ജോർജ് സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് C ചിദംബരേഷിന്റെ ഉത്തരവ്. സ്പീക്കറുടെ നടപടി തന്റെ രാഷ്ട്രീയ ഭാവിക്ക് കളങ്കം ചാർത്തുന്നതാണെന്ന് വാദത്തിനിടെ ജോർജ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജോർജിനെ അയോഗ്യനാക്കിയ നടപടി ഹൈക്കോടതി റദ്ദാക്കിയത്. ജോർജിന്റെ ഭാഗം കേൾക്കാതെയുള്ള സ്പീക്കറുടെ നടപടി അനുചിതവും അനാവസ്യത്തിലുമുള്ളതാണെന്ന് കോടതി വ്യക്തമാക്കി. അതിനിടെ ഉമ്മൻചാണ്ടിയും KM മാണിയും നൽകിയ നിർദ്ദേശപ്രകാരമുള്ള സ്പീക്കറുടെ ഏകപക്ഷീയമായ നടപടിക്കേറ്റ തിരിച്ചടിയാണ് കോടതി ഉത്തരവെന്ന് PC ജോർജ് പ്രതികരിച്ചു. ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ സ്പീക്കർ സ്ഥാനം ഒഴിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞാൻ രാജിക്കത്ത് കൊടുത്തതാണ്. ആ രാജിക്കത്ത് സ്വീകരിക്കേണ്ട നിയമം അനുസരിച്ച് സ്വീകരിച്ചേ മതിയാവും. അത് സ്വീകരിച്ചോ ഇല്ലയോ എന്ന് എന്നോട് പറഞ്ഞില്ല. 13-ാം തീയതി ഏറ്റവും വിധി പ്രഖ്യാപിക്കാമെന്ന് രാജിക്കത്ത് പിന്നെ മിണ്ടാതെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിന് മുമ്പിൽ ചെന്നപ്പം ഈ സ്പീക്കർക്ക് വേണ്ടി കൊടുത്ത സത്യവാങ്മൂലത്തിൽ എന്റെ രാജിക്കത്ത് റിജക്റ്റ് ചെയ്തു എന്നും പറഞ്ഞ് കള്ള സത്യവാങ്മൂലം കൊടുത്തിരിക്കുക. ഇപ്പൊ വന്നിരിക്കുന്നത് സ്പീക്കറുടെ വിധി വന്നതോടുകൂടി ഇപ്പൊ എന്റെ രാജിക്കത്തുമില്ല, ഞാനിപ്പോ MLA. ജോർജിന്റെ രാജിക്കത്തിൽ നിയമാനുസൃത നടപടി സ്വീകരിക്കാൻ സ്പീക്കർക്ക് കോടതി നിർദ്ദേശം നൽകി.
ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇടുക്കി ADM-നെ തടഞ്ഞ സംഭവത്തിൽ ES ബിജിമോൾ MLA-യെ അറസ്റ്റ് ചെയ്യേണ്ടതില്ലെന്ന പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതി തള്ളി. ചോദ്യം ചെയ്ത ശേഷം ബിജിമോളെ വിട്ടയച്ച നടപടി ശരിയായില്ലെന്ന് കോടതി വ്യക്തമാക്കി. സെഷൻസ് കോടതിയിൽ വിചാരണ ചെയ്യേണ്ട കുറ്റാരോപണമാണ് ഉയർന്നത്. ഈ സാഹചര്യത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കോടതി DGP-യോട് നിർദ്ദേശിച്ചു. രാജ്യത്ത് സംവരണം അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് RSSന്റെ പുതിയ പ്രഖ്യാപനമെന്ന് പിണറായി വിജയൻ. സംവരണം പുനഃപരിശോധിക്കാൻ RSS കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ആ സംഘടനയുടെ സംവരണ വിരുദ്ധ നയത്തിന്റെ തുടർച്ചയാണ്. സംവരണം ഇല്ലാതാക്കി ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള പരിമിതമായ അവസരം തട്ടിയെടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. നിലവിലുള്ള സംവരണം നിലനിർത്തുകയും മുന്നോക്ക വിഭാഗങ്ങളിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർക്ക് കൂടി നിശ്ചിത ശതമാനം സംവരണം ഉറപ്പാക്കാൻ ഭരണഘടന ഭേദഗതി ചെയ്യുകയും വേണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സീറ്റ് വിഭജനത്തെ ചൊല്ലി UDF-ൽ തർക്കം തുടരുന്നു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായും ജനതാദളുമായും നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. വിജയസാധ്യതയുള്ള സീറ്റ് വേണമെന്ന് JDU ആവശ്യപ്പെട്ടു. പുനലൂർ, റാന്നി, അങ്കമാലി സീറ്റുകൾ വിട്ടുനൽകണമെന്ന് മാണി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടു. പരസ്യപ്രസ്താവന നടത്തിയ ജോണി നെല്ലൂരിനെ കോൺഗ്രസ് അതൃപ്തി അറിയിച്ചു. അധിക സീറ്റുകൾ ആനുപാതികമായി വീതിക്കണമെന്ന കേരള കോൺഗ്രസിന്റെ ആവശ്യം കോൺഗ്രസ് തള്ളി. പൂഞ്ഞാറും കുട്ടനാടും വെച്ചുമാറണമെന്ന ആവശ്യം മാണിയും സ്വീകരിച്ചില്ല. റാന്നി ലക്ഷ്യമിട്ട് കേരള കോൺഗ്രസ് നടത്തിയ നീക്കവും കോൺഗ്രസ് തള്ളിയതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത്. ഇപ്പോൾ പൂർത്തിയായില്ല, അത് എന്ത് പറയാൻ നോക്കും? ഇപ്പൊ ഇതിൽ ഒന്നും പറയാനില്ല. അങ്കമാലി വേണമെന്ന് പരസ്യപ്രസ്താവന നടത്തിയ ജോണി നെല്ലൂരിനെ കോൺഗ്രസ് നേതാക്കൾ അതൃപ്തി അറിയിച്ചു. അങ്കമാലി നൽകാനാവില്ലെന്ന നിലപാടും അറിയിച്ചു. ഞങ്ങൾ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ 4 സീറ്റിന്റെ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച പുരോഗമിക്കുന്നു. 16-ാം തീയതി വീണ്ടും ചർച്ച ചെയ്തു. കായംകുളം വേണമെന്ന JDU-വിന്റെ ആവശ്യവും കോൺഗ്രസ് തള്ളി. ജയസാധ്യതയുള്ള സീറ്റുകൾ കൈമാറ്റം ചെയ്തു തരണമെന്ന് അക്കാര്യത്തെ സംബന്ധിച്ച് ഒരു തീരുമാനമായിട്ടില്ല. ഞങ്ങൾ മത്സരിക്കുന്ന സീറ്റുകൾ കൂടുതലും വളരെ ദുർഘടം പിടിച്ച സീറ്റുകളാണ്. RSPക്ക് 5 സീറ്റ് നൽകാമെന്ന സൂചനയാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയത്. രാവിലെയും വൈകുന്നേരവുമായി ഉഭയകക്ഷി ചർച്ചകൾ തുടരും. തിരുവമ്പാടി സീറ്റിന്റെ കാര്യത്തിൽ വീണ്ടും ആലോചനയില്ലെന്ന് ET മുഹമ്മദ് ബഷീർ. സീറ്റിന്റെ കാര്യത്തിൽ അവകാശവാദം ഉന്നയിക്കുന്ന ഘടകകക്ഷികളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം ദില്ലിയിൽ പറഞ്ഞു. തിരുവമ്പാടി സീറ്റിന്റെ കാര്യത്തിൽ യാതൊരു പുനരാലോചനയുടെയും പ്രശ്നം ഉദിക്കുന്നില്ല. അത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ഏത് കാലഘട്ടത്തിലും ആരുമായിട്ട് ഒരസൽ പാടില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ തിരുവമ്പാടി സീറ്റ് വേണമെന്ന് പറയുന്ന ആളുകളായിട്ടടക്കം ബന്ധപ്പെട്ട എല്ലാവരുമായിട്ടും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും പാർട്ടി നേതൃത്വവും UDF-ഉം മൊത്തത്തിൽ അവരുമായിട്ടൊക്കെ സംസാരിക്കും. പക്ഷേ സീറ്റ് യാതൊരു കാരണവശാലും മാറില്ല. അത് കൃത്യമായിട്ട് സംഗതിയാണ്. ഇരിക്കൂരിൽ വീണ്ടും മത്സരിക്കാനുള്ള KC ജോസഫിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇന്ന് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോസഫിനെതിരെ പോസ്റ്ററുകൾ പതിച്ചിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരാണ് പോസ്റ്റർ പ്രചരണം നടത്തിയത്. കഴിഞ്ഞ ദിവസവും പോസ്റ്റർ പ്രചരണം നടത്തിയിരുന്നു. ജോസഫിന്റെ കോലം കത്തിക്കുകയും ചെയ്തു. ബാർക്കോഴ കേസിൽ പാർട്ടിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടാൽ കോൺഗ്രസും കേരള കോൺഗ്രസും മാണി വിഭാഗവും തമ്മിലുള്ള ബന്ധം വഷളാകുമെന്ന് ആന്റണി രാജു. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ മാണി തയ്യാറാകണമെന്നും ആന്റണി രാജു ആവശ്യപ്പെട്ടു. ഗൂഢാലോചന റിപ്പോർട്ട് പുറത്തുവന്നാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ബന്ധം വഷളാകുമെന്നും UDF ശിഥിലമാകുമെന്നും ശ്രീ മാണിക്കും കൂട്ടർക്കും ബോധ്യമുള്ളതുകൊണ്ട് മാത്രമാണ് ശ്രീ KM മാണി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള റിപ്പോർട്ട് പുറത്തുവിടാത്തത്. അല്പമെങ്കിലും ജനാധിപത്യ ബോധമുണ്ടെങ്കിൽ, രാഷ്ട്രീയ സദാചാരം അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ശ്രീ KM മാണി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഗൂഢാലോചന റിപ്പോർട്ട്, ബാർക്കോഴ ഗൂഢാലോചന റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, ഇന്നലെ വളരെ ഗുരുതരമായ ഒരു ആരോപണം ശ്രീ ജോസ് കെ മാണി ഉന്നയിക്കേണ്ടായി. അദ്ദേഹം പറഞ്ഞത് പാർട്ടിയിൽ നിന്ന്, മാണി ഗ്രൂപ്പിൽ നിന്ന് പുറത്തുപോയ ആളുകളിൽ ചിലർ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ടെന്നുള്ളതാണ്. ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ആരെങ്കിലും പങ്കാളികളായിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ, ആ ഗൂഢാലോചന അന്വേഷിക്കുന്ന റിപ്പോർട്ടിൽ അത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ. കേരളത്തിലെ മാതൃകാ കർഷകർക്കായി കൈരളി പീപ്പിൾ TV ഏർപ്പെടുത്തിയ കതിർ അവാർഡുകൾ കൊച്ചിയിൽ വിതരണം ചെയ്തു. മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരം മാളയിലെ ജോസഫ് പള്ളൽ നേടി. വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്നും സാലി ചേരുന്നു. സാലി, വിവരങ്ങൾ. അങ്ങേയറ്റം പ്രൗഢഗംഭീരമായ വേദിയെയും സദസ്സിനെയും സാക്ഷിയാക്കിയാണ് പ്രഥമ കതിർ അവാർഡുകൾ കൊച്ചിയിൽ വിതരണം ചെയ്തത്. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയിൽ നിന്നും പുരസ്കാര ജേതാക്കൾ അവാർഡുകൾ ഏറ്റുവാങ്ങി. മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരം ജോസഫ് പള്ളനും, മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് രജനി ജയദേവും, മികച്ച പരീക്ഷണാത്മക കർഷകനുള്ള അവാർഡ് PT ആന്റണിയുമാണ് ഏറ്റുവാങ്ങിയത്. ചടങ്ങിൽ പത്മശ്രീ ഭരത് മമ്മൂട്ടിയാണ് അവാർഡ് ദാനം നിർവഹിച്ചത്. കൃഷി ഒരു വികാരമായി കൊണ്ടു നടക്കേണ്ട കാലമാണ് ഇതെന്ന്
മമ്മൂട്ടി പറഞ്ഞു. IT കമ്പനികൾ നൽകുന്നതിനേക്കാൾ തൊഴിലവസരങ്ങൾ കൃഷിയിടങ്ങൾ നൽകുമെന്ന് പുരസ്കാരദാനം നിർവഹിച്ച പത്മശ്രീ ഭരത് മമ്മൂട്ടി ഓർമ്മിപ്പിച്ചു. മാത്രമല്ല സലീം കുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. അദ്ദേഹം പൊക്കാളി കർഷകൻ കൂടിയാണ്. തന്റെ പൊക്കാളി കൃഷി അനുഭവങ്ങൾ വിവരിച്ചു സലീം കുമാർ. കൃഷിയിൽ നിന്നും മലയാളി അകലുന്നു എന്ന സന്ദേഹമാണ് ഖദർ അവാർഡ് എന്ന ചിന്തയ്ക്ക് പിന്നിലെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന മലയാളം കമ്മ്യൂണിക്കേഷൻസ് MD ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. മുൻ MPയും CPIM എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായ P രാജീവ്, മേയർ സൗമിനി ജെയിൻ, ജൂറി അംഗങ്ങളായ ഡോക്ടർ KR വിശ്വംഭരൻ, ഡോക്ടർ P അഹമ്മദ്, P സിദ്ധാർത്ഥ മേനോൻ, ഡയറക്ടർമാരായ TR അജയൻ, CK കരുണാകരൻ, MM മോനായി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. ഒപ്പം വലിയ ഒരു സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരുടെ ഒരു നിര തന്നെ ചടങ്ങിൽ സംബന്ധിക്കാനെത്തി. ജസ്റ്റിസ് CK മോഹനൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, KL മോഹനവർമ്മ, ഡോക്ടർ KS ഡേവിഡ്, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരുടെ ഒരു സാന്നിധ്യം തന്നെ ചടങ്ങിനുണ്ടായിരുന്നു. ഗ്രീൻ ആർമി ഉൾപ്പെടെയുള്ള വിവിധ കർഷക കൂട്ടായ്മകളും ചടങ്ങിന്റെ ഭാഗമായി. കടമക്കുടി പഞ്ചായത്തിലെ കർഷക കൂട്ടായ്മ പുറത്തിറക്കിയ പൊക്കാളി അരി ഉൽപ്പന്നങ്ങൾ ചടങ്ങിൽ മമ്മൂട്ടി വിപണിയിലിറക്കുകയും ചെയ്തു. ശരി സാരി.